ഹലോ ഗൈസ്, ഫൈൻഡ് ആ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് കോഴിക്കോട് എരവന്നൂർ കേട്ടോ. എരവന്നൂർ അമ്പലപ്പാട് റോഡാണ്. റോഡിൻ്റെ മുകളിൽ ബസ് ഇറങ്ങിയിട്ട് ഒരു 300-400 മീറ്റർ ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഈ കാണുന്ന റബ്ബർ തോട്ടത്തിലേക്ക് എത്തും കേട്ടോ. അടിപൊളി റബ്ബറും തെങ്ങും മിക്സറായിട്ടുള്ള വലിയ തോട്ടമാണ്. കോഴിക്കോട് എരവന്നൂർ കേട്ടോ. എരവന്നൂർ എന്ന സ്ഥലത്താണ്, അമ്പലപ്പാട് റോഡിൻ്റെ മുകളാണ്. നിലവിലെ ഈ സ്ഥലത്തേക്ക് നമുക്ക് ഒരു 4 ഫുട്ട് വഴിയാണുള്ളത്. ഈ 4 ഫുട്ട് വഴി കൂടെയാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്കിങ്ങനെ ചുറ്റി വരണം കേട്ടോ. ഏകദേശം ഒരു 150-200 മീറ്റർ ദൂരം നമ്മൾ ഇങ്ങനെ ചുറ്റിയിട്ട് വരണം യഥാർത്ഥത്തിലേക്കുള്ള ഇടവഴിയിൽ വരണമെങ്കിൽ. ഇനി അതല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ തൊട്ട മുന്നിൽ ഒരു 10 സെൻറ്റ് സ്ഥലം കൊടുക്കാനുണ്ട്. ഈ മുന്നിൽ കാണുന്ന 10 സെൻറ്റ് സ്ഥലവും ചെറിയൊരു വീടും കൊടുക്കാനുള്ളതാണ്. ഇത് വാങ്ങുകയാണെങ്കിൽ ഈ വീടിൻ്റെ നേരെ മുന്നിൽ റോഡാണ്. 8 ഫുട്ട് നിസ്സാന്തമായിട്ട് റോഡാണ്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തേക്ക് ഒരൊറ്റ പ്ലോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഈ 1 ഏക്കർ 76 സെൻറ്റ് സ്ഥലത്തേക്ക് 1 ഏക്കർ 38 സെൻറ്റ് സ്ഥലമാണ്. 1 ഏക്കർ 38 സെൻറ്റ് സ്ഥലത്തേക്ക് നമുക്കെന്തായി റോഡായി. ഇപ്പോൾ നിലവിലുള്ള വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ഫുട്ട് വഴി ഇതായി ഇപ്പുറത്തൂടെയാണുള്ളത്. ഈ വഴി കൂടെ പോകുകയാണെങ്കിൽ ഒരു 100-200 മീറ്റർ ദൂരം 4 ഫുട്ട് വഴി നമുക്കിങ്ങനെ ഇടവഴി കൂടെ പോയിട്ട് വേണം റോഡിൻ്റെ മുകളിൽ എത്താൻ വേണ്ടിയിട്ട്. ഇനി മുന്നിൽ ഈ പറമ്പ് വാങ്ങുകയാണെങ്കിൽ 8 സെൻറ്റ് വീടും പറമ്പും വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ പ്ലോട്ടിലേക്ക് ഡയറക്റ്റ് ഈ മുന്നിൽ തന്നെ കോൺക്രീറ്റ് റോഡാണ്, താട്ട റോഡാണ്. അപ്പോൾ ആ റോഡിൻ്റെ മുകളിൽ നേരിട്ട് നമുക്ക് ഈ പ്ലോട്ടിലേക്ക് കയറാൻ പറ്റുന്ന വിധത്തിലാവും. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തുള്ള പ്ലോട്ടൊക്കെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ സ്ഥലം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ബാക്കത്തെ സ്ഥലം ഈ നിലവിൽ റോഡില്ലാത്ത കണ്ടീഷനിൽ നമുക്കൊരു ചുളു വിലക്ക് കിട്ടും. ഇതിൻ്റെ മുന്നത്തെ ഭാഗത്ത് നമുക്ക് മെയിൻ റോഡുള്ള ഈ സ്ഥലത്തിന് സെൻറ്റിന് 2.5 ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത് കേട്ടോ. ഒരു സെൻറ്റ് സ്ഥലത്തിൻ്റെ വില കേട്ടോ പറഞ്ഞ് 2.5 ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത്. ഈ റോഡ് ഫ്രണ്ടേജിലൊക്കെ അതേ റേറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. 2.5-2.25 ആ റേറ്റ് തന്നെയാണ് വരുന്നത്. നമുക്കിത് ഈ ഒരു പ്ലോട്ട് 10 സെൻറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട ബാക്കിലുള്ള 1 ഏക്കർ 38 സെൻറ്റ് സ്ഥലത്തേക്ക് നമുക്ക് റോഡ് കിട്ടും. അങ്ങനെ ആകുമ്പം നമുക്ക് ഈ പ്ലോട്ട് മിനിമം ഒരു ആവറേജ് പറയുകയാണെങ്കിൽ തന്നെ ഒരു 80,000 രൂപയ്ക്കൊക്കെ നമുക്ക് റോഡുള്ള സ്ഥലമാകുമ്പോൾ ഒരു 80,000-90,000 നമുക്ക് വിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പൈസക്ക് വിൽക്കാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ നല്ലൊരു അടിപൊളി പ്ലോട്ടാട്ടോ. ഇതൊക്കെ ബിസിനസ് മൈൻഡുള്ള ആൾക്കാർ മാത്രം വന്നാൽ മതി. ഈ തോട്ടമൊക്കെ വാങ്ങിയിട്ടിട്ട് കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ മാത്രം വന്നാൽ കേട്ടോ. അല്ലാണ്ട് നമ്മൾ വെറുതെ ഇപ്പോൾ ഇതൊരു ഇന്ന് വാങ്ങി നാളെ തന്നെ പൈസ ആക്കി വേണം എന്നുള്ളത് ചിന്തിക്കുന്ന ആളൊന്നും വേണ്ട. കാരണം ഇപ്പോൾ ഓൾറെഡി ഇവിടെ നല്ല വരുമാനം കിട്ടുന്നതാണ്. കണ്ടില്ലേ, അതാ റബ്ബർ കണ്ടില്ലേ, റബ്ബർ വെട്ടുന്ന ഫുള്ള് റബ്ബർ വെട്ടുന്ന റബ്ബർ തോട്ടമാണ്. കണ്ടോ, ഫുള്ള് മോള് വരെ റബ്ബറുണ്ട്. 1 ഏക്കർ 36 സെൻറ്റ് സ്ഥലത്തിൽ ഫുള്ള് റബ്ബർ വെട്ടുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു 10-40-50 തെങ്ങുണ്ട്. ഈ സൈഡിലൊക്കെ കൂട്ടിയിട്ട തെങ്ങ് ഫുള്ള് മറ്റേ നമ്മളെ ചേരീൻ്റെ ഇത് നമുക്ക് കാണാൻ പറ്റും. ഒരു 10-40-50 തെങ്ങുകളുണ്ട്. തേങ്ങ വീണ് നടക്കുന്നുണ്ടല്ലേ, ഇതൊക്കെ തേങ്ങ കേട്ടോ. ഇവിടെയൊക്കെ തേങ്ങ വീണ് നടക്കുന്നുണ്ട്. തെങ്ങും റബ്ബറായിട്ട് മിക്സറായിട്ടുള്ള സ്ഥലമാണ്. വലിയൊരു ഓവറുമായിട്ട് വലിയ കയറ്റമൊന്നുമില്ല. എന്നാലും റബ്ബർ തോട്ടം എന്ന് കാണുമ്പോൾ നിങ്ങളൊരു ഊഹിക്കണം, ഇവിടുന്ന് ലാശം ഇങ്ങനെ ചെരിഞ്ഞിട്ട് മേലോട്ട് ഇങ്ങനെ പോയിട്ടാണ് പ്ലോട്ട് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വന്നോളി. സെൻറ്റിന് നമ്മൾ ചോദിക്കുന്നത് 38,000 രൂപ സെൻറ്റിന് ചോദിക്കുന്നത്. 38,000 രൂപയ്ക്കൊക്കെ നമുക്ക് ഇപ്പോൾ എവിടെയും പറമ്പ് കിട്ടൂല. ഇനി റബ്ബറൊക്കെ കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മൾ താമരശ്ശേരി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉള്ളോട്ടുള്ള സ്ഥലത്തൊക്കെ പോകണം. റബ്ബർ തോട്ടം വരെ ഇപ്പോൾ മിനിമം നമ്മൾ കക്കയം ഭാഗത്ത് തന്നെ ഇപ്പോൾ റബ്ബർ തോട്ടത്തിനൊക്കെ 60,000-70,000 രൂപ സെൻറ്റിന് വില വയ്ക്കുന്നത്. നമ്മളിവിടെ കൊടുക്കുന്ന വില കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടുന്ന് എരവന്നൂർ അമ്പലപ്പാട് ബസ് ഓടിയിട്ട് ഒരു 300-400 മീറ്റർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട് കഴിഞ്ഞ് ഈ വീടിൻ്റെ നേരെ ബാക്കിൽ നമ്മളെ പ്ലോട്ടാട്ടോ. 300-400 മീറ്റർ ദൂരമുള്ള ഈ പ്ലോട്ടിലേക്ക് ഇടവഴി കൂടെ വരികയാണെങ്കിൽ ഒരു 400-450 മീറ്റർ ദൂരം അത്രേ വരുള്ളൂ. അല്ലാണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 400 മീറ്റർ കറക്റ്റ് ദൂരം വരുന്നുള്ളൂ കേട്ടോ. നല്ലൊരു അടിപൊളി റബ്ബർ തോട്ടാട്ടോ, തെങ്ങൊക്കെയുള്ള തോട്ടമാണ്. വേണമെങ്കിൽ വന്ന് വാങ്ങിയിട്ടോളി. സെൻറ്റിന് 38,000 രൂപയാണ് ചോദിക്കുന്നത്. അതും പ്രൈസ് നെഗോഷ്യബിളാണ്. നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വലിയൊരു വില ചോദിച്ചിട്ട് നമ്മൾ കുറച്ച് കൊടുക്കുന്ന പരിപാടിയല്ല. നമുക്ക് കിട്ടേണ്ട വിലേൻ്റെ ഏകദേശം ഒരു അടുത്തുള്ള വില പറയുകയാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വരിക. വലിയൊരു വില കുറച്ച് കിട്ടുമെന്നും വിചാരിച്ചിട്ടൊന്നും ആരും വരണ്ട. നമ്മൾക്ക് കിട്ടേണ്ട വിലേൻ്റെ ഏകദേശമുള്ള വിലയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് ആലോചിച്ചിട്ട് മാത്രം വന്നാൽ മതി. കാരണം ഇതിൻ്റെ മുന്നത്തെ പ്ലോട്ട് വാങ്ങിക്കഴിഞ്ഞാൽ 2.5 രൂപ സെൻറ്റിന് മുന്നത്തെ സ്ഥലം, തൊട്ട ബാക്കത്തെ സ്ഥലം നമ്മൾ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ 38,000. മുന്നിൽ സ്ഥലം 2.5 ലക്ഷം, ബാക്കത്തെ സ്ഥലം 38,000. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഡിഫറൻസ് ആലോചിച്ച് നോക്കണം. റോഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നല്ലൊരു വിലക്ക്
ഒരു 50 ലക്ഷം റുപ്യ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 1.5 കോടി റുപ്യ വാങ്ങാൻ പറ്റുന്ന മാതിരിയുള്ള മുതലാണ്. അപ്പോൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യമുള്ള നിങ്ങൾ റബ്ബർ തോട്ടമൊക്കെ നടത്താൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്നോളി. നല്ലൊരു പ്ലോട്ടാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് വിളിച്ചോളി. ഒക്കെ പെട്ടെന്ന് പോകട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.